ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ബട്ടർഫ്ലൈ അല്ലേ നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ സാധനം ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വേസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വേസ്റ്റ് കൊണ്ട് നമ്മൾ പല മൂല്യങ്ങളുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുള്ളത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറഭാഗം കണ്ടല്ലോ, ജസ്റ്റ് ഒരു കാർഡ്ബോർഡാണ്. നമ്മൾ വാങ്ങിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ആ ജസ്റ്റ് കാർഡ്ബോർഡ്, നമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് നമ്മൾ ആ കാർഡ്ബോർഡുകൾ കളയാറല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ അത് വെച്ച് നമുക്ക് ഇതുപോലുള്ള മൂല്യങ്ങളുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി അത് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പഠിപ്പിക്കാനും ടീച്ചേഴ്സിന് ഉപയോഗിക്കാം, സ്കൂളുകളിൽ ഉപയോഗിക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനി വേറൊരു ഇതുപോലുള്ള ഒരു ജസ്റ്റ് കാർഡ്ബോർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്ന വേസ്റ്റ് കാർഡ്ബോർഡ് ഉപയോഗിച്ച് എങ്ങനെ ഇതുപോലുള്ള ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു സാധനമാണ്. അത് സാധാരണ ഒരു ബട്ടർഫ്ലൈയുടെ അതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ആ ബട്ടർഫ്ലൈയുടെ രീതിയിൽ നമ്മളൊരു ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം അതിനെ നമ്മൾ വെട്ടിയെടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ നടുക്കൊരു ദ്വാരം കൊടുത്തിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് ബാക്ക് സൈഡിലോട്ട് എടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് സ്റ്റേപ്ലർ ചെയ്യുകയാണ്. സ്റ്റേപ്ലർ ചെയ്താൽ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ച്, പക്ഷേ ഇതൊരു വലിയൊരു കാർഡ്ബോർഡ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് കുട്ടികൾക്ക് സ്റ്റേജ് ഷോയിലൊക്കെ നമുക്കിങ്ങനെ പിടിപ്പിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊരു ചെറിയൊരു കാർഡ്ബോർഡ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വേസ്റ്റ് കാർഡ്ബോർഡുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇവിടെ ഞാൻ കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇത് നമ്മുടെ മരുന്നുകൾ വാങ്ങിക്കുന്ന ജസ്റ്റ് ആ കുപ്പി ഇടുന്ന കവറാണ് ഇത്. ഇതെല്ലാം ഈ മരുന്നുകൾ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ മരുന്ന് കുപ്പിയുടെ ആ കവറുകൾ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇവിടെ നല്ല ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ചെയ്യാം. അഥവാ നല്ല ഡിസൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലുള്ള കളറൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2-3 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ ഇതിപ്പം കോൾഗേറ്റ് ഉണ്ടോ സാധനം നമ്മൾ സാധാരണ ഇത് കളയാറല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ടൊരു കുട്ടികളെ പഠിപ്പിക്കാം, എങ്ങനെ വേസ്റ്റ് കൊണ്ട് നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഈ കോൾഗേറ്റിൻ്റെ കവർ ഇതിനെ നമ്മളിങ്ങനെ 2 ഭാഗവും തുറന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിക്കുക. അങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഈ 2 സൈഡും ഒന്ന് മുറിച്ച് കളയുക. ഇനി നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ ഓൾറെഡി ഇവിടെ 2 ഫോൾഡിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒരു ബട്ടർഫ്ലൈയുടെ മോഡലിൽ നമ്മളൊന്ന് വരച്ചെടുക്കുക. ഇതിൻ്റെ ചിറക് വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് അതിനൊന്ന് മുറിച്ചെടുക്കുക. ആ ബട്ടർഫ്ലൈയുടെ ആ ഔട്ട്ലൈൻ ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് വരച്ചെടുക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ബാക്കിൽ വരച്ച ഔട്ട്ലൈനിൻ്റെ പുറത്തുകൂടി നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമുക്കൊരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കളറിങ് കൊടുക്കാം. അഥവാ ഈ ബാക്ക് സൈഡ് നല്ല കളറിങ് ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സൈഡാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോൾഡിങ്സ് കൊടുക്കുക. അതുപോലെ ഈ സൈഡിലും ഒരു ഫോൾഡിങ് കൊടുക്കുകയാണെങ്കിൽ ആ ചിറക് നല്ല ഇങ്ങനെ വിടർന്നിരിക്കുന്നതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ 3-4 ഇതുപോലെ വേസ്റ്റ് കവറുകൾ ഇതുപോലെ ബട്ടർഫ്ലൈയുടെ മോഡലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ഇതുപോലൊരു നമ്മൾ തിരി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സാണ്. ഇത് നമുക്കിതുപോലെ വേണേൽ വെട്ടിയെടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇതുപോലെ നമുക്കൊരു ചാർട്ടിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്കിതിൽ കുറച്ച് നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ്റെ ഇത് ഒരു രീതിയിൽ നമുക്ക് കളറിങ് അല്ലെങ്കിൽ സ്കെച്ചിങ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ബട്ടർഫ്ലൈസ് ഒക്കെ ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ എത്രമാത്രം കുട്ടികൾക്ക് എന്താണ് പ്രകൃതി, എന്താണ് ബട്ടർഫ്ലൈ എന്നൊക്കെ മനസ്സിലാകാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താണ് നേച്ചറിനെ കുറിച്ച് കുറച്ച് ഐഡിയാസൊക്കെ ഇവിടെ വരച്ച് കാണിക്കാം. ഞാൻ പ്രകൃതി
പുള്ളിനെ കുറിച്ച് എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നതെന്ന് കാണിക്കാൻ. നമുക്കിവിടെ കുറച്ച് സ്കെച്ച് ഇതുപോലെ വെറുതെ ഒന്ന് ഇട്ടുക. നമ്മൾ ആദ്യം പച്ച പുൽമേടുകൾ എങ്ങനെയാണെന്നുള്ള കാണിക്കാൻ പോവുകയാണ്. നമ്മളിങ്ങനെ ഇതിപ്പം ജസ്റ്റ് എളുപ്പ പണിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ സ്കെച്ച് ജസ്റ്റ് പെയിൻറ്റ് ഇങ്ങനെ തൂകിയതിന് ശേഷം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഈ ജസ്റ്റ് കോട്ടൺ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ ആ പുല്ലിൻ്റെ മാതൃക നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഫ്ലവേഴ്സും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിക്കാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് കാർമേഘം അല്ലെങ്കിൽ ആകാശം, ജസ്റ്റ് ആകാശത്തിൻ്റെ ഒരു മാതൃകയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ജസ്റ്റ് പഞ്ഞി വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമുക്ക് ആകാശത്തിൻ്റെ ആ ഒരു മോഡൽ നമുക്ക് കിട്ടും. ഇപ്പം ഏകദേശം നമ്മൾ കണ്ടില്ലേ, പച്ചപ്പുല്ലുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ മേളിൽ കാണുന്ന എന്താണ് ആകാശത്തിൻ്റെ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയ ഈ ബട്ടർഫ്ലൈസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പം ഞാൻ 4 ബട്ടർഫ്ലൈസിനെയാണ് ഉണ്ടാക്കിയത്. ആ ഫോൾഡിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിടർത്തി വെക്കുവാണെങ്കിൽ അതിൻ്റെ ചിറക് നന്നായിട്ട് പൊങ്ങിയിരിക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഫ്രണ്ട്സ്, അപ്പം കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് സ്കൂളുകളിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനും പറ്റിയൊരു നല്ലൊരു മാതൃകയാണ്. വേസ്റ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ മൂല്യമുള്ള കാര്യങ്ങൾ കുട്ടികളെയും പഠിപ്പിക്കാം. നമുക്ക് അതൊരു നല്ലൊരു ആശയം കുട്ടികൾക്ക് എങ്ങനെ നമ്മൾ പകർന്നു കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഇത് ചെറിയ മോഡൽസാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കുറച്ചുകൂടി വലിയ മാതൃകയിലുള്ള ബട്ടർഫ്ലൈസ്. ഇതാണെങ്കിൽ നമുക്ക് കയ്യിൽ പിടിച്ച് കുട്ടികൾക്ക് ജസ്റ്റ് പടർത്തി കാണിക്കാനും പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കും പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മളെ വീടുകളിൽ തന്നെ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാം, അല്ലെങ്കിൽ സ്കൂളുകളിലോ എവിടെയാണെങ്കിലും നമുക്കിത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. എല്ലാവരും വിനിയോഗിക്കുക. ഈ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക് യു. സീ യു വൺസ് അഗെയിൻ.